ഡോഫിൻ സ്വദേശിയായിരുന്ന വിശുദ്ധ പത്രോസ് പഠനത്തിൽ അതീവ സമർത്ഥനും അപാരമായ ഓർമ്മശക്തിയുള്ളവനുമായിരുന്നു. 20-ാം വയസ്സിൽ ബൊനെവോക്സ് ആശ്രമത്തിൽ നിന്നും സന്യാസവസ്ത്രം സ്വീകരിച്ച അദ്ദേഹം കഠിനമായ ദേഹാധ്വാനത്താൽ ഉപജീവനം നടത്തുകയും തീവ്രമായ സന്യാസ ജീവിതവും ദീർഘനേര പ്രാർത്ഥനകളും ജീവിതശൈലിയാക്കുകയും ചെയ്തു. പച്ചിലയും കായ്കളും മാത്രം ഉൾപ്പെടുത്തി ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഭക്ഷിക്കുക, 4 മണിക്കൂർ ഉറക്കം എന്നിവ ജീവിത രീതിയാക്കിയ അദ്ദേഹത്തെ അനുകരിക്കാൻ നിരവധി യുവാക്കൾ സന്നദ്ധരായി. ഇതേ തുടർന്ന് നിർമ്മിക്കപ്പെട്ട ടാമിസ് ആശ്രമം ഭൂമിയിലെ മാലാഖമാരുടെ ഭവനമായി കണക്കാക്കപ്പെട്ടു. ദൈവസ്തുതികളും ആരാധനകളും നിരന്തരമുയർന്ന ആശ്രമത്തോട് ചേർന്ന് ദരിദ്രർക്കായി ഒരാശുപത്രിയും സ്ഥാപിച്ചു. 1142 ടൊറന്റൈസ് മെത്രാപ്പോലിത്തയായ അദ്ദേഹം നിരവധി അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ വിശുദ്ധ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച് ഇറ്റലിയുടെ നിരവധി പ്രദേശങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുകയും പരസ്പരം കലഹിക്കുന്ന ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയും രാജാക്കന്മാരെ അനുനയിപ്പിക്കാൻ പാപ്പ അദ്ദേഹത്തെ നിയമിക്കുകയുമുണ്ടായി. അക്ഷീണമുള്ള പ്രയത്നങ്ങൾക്കൊടുവിൽ 1174 അദ്ദേഹം കർത്താവിൽ നിത്യവിശ്രമം പ്രാപിച്ചു.